الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ومن يرغب عن ملة إبراهيم إلا من سفه نفسه ولقد اصطفيناه في الدنيا وإنه في الآخرة لمن الصالحين സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികൾ, റഹ്മാനായ റഹീമായ, ജബ്ബാറായ ഗഫാറായ വദൂദായ, സമീആയ ബസീറായ അല്ലാഹു സുബ്ഹാനഹു തആലയുടെ കൽപ്പനകളും നിർദ്ദേശങ്ങളും അന്ത്യപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതചര്യയും ജീവിതത്തിലൂടെ നീളം പകർത്തി ജീവിക്കണമേ എന്ന എന്നോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോടും ആദ്യമായി വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു തആല നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളും റഹ്മാനായ അല്ലാഹ് ഞങ്ങൾക്ക് പുറത്ത് മാപ്പാക്കി തരണേ അല്ലാഹ്. അല്ലാഹുവേ, ഉമ്മയോടൊപ്പം ഉപ്പയോടൊപ്പം മക്കളോടൊപ്പം ഇണകളോടൊപ്പം ബന്ധുമിത്രാദികളോടൊപ്പം കുടുംബ സമേതം സ്വർഗ പൂങ്കാവനത്തിൽ പോകാൻ നാം ഏവരെയും അനുഗ്രഹിക്കണേ റഹ്മാനായ അല്ലാഹ്. ആമീൻ. തൗഹീദി സമർപ്പണത്തിന്റെ നേർസാക്ഷ്യം, മനുഷ്യ ജീവിതത്തിന്റെ പൂർണ്ണത കൈവരിച്ച മഹാമനീഷ്, സ്നേഹമുള്ള മകനായും വാത്സല്യമുള്ള പിതാവായും ദീർഘദൃഷ്ടിയുള്ള നേതാവായും ആത്മാർത്ഥതയുള്ള ആത്മീയ ഗുരുവായും പ്രവാചക ശൃംഖലയിലെ പ്രൗഢ സാന്നിധ്യമുള്ള സാമീപ്യമുള്ള ജീവിതം കൊണ്ട് ചരിത്രം രചിച്ച മഹാനുഭാവൻ, അള്ളാഹുവിന് വേണ്ടി വാദിച്ചും സമർപ്പിച്ചും ഇസ്ലാമിക തൗഹീദി പ്രബോധന രംഗത്ത് ആ നേരായ വീതിയിൽ വിശ്രമമില്ലാതെ പോരാടിയ ധീരമുജാഹിദ്, ഈ വിശുദ്ധ ദുൽഹിജ്ജ മാസത്തില് ഏറ്റവും കൂടുതൽ സ്മരിക്കുന്ന ആ വ്യക്തിത്വമാണ് നമ്മുടെ മനസ്സിലേക്ക് ഓടിവരും ഖലീലുർ റഹ്മാൻ, ഖലീലുല്ലാഹ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ പേര് തന്നെ പരിശുദ്ധ ഖുർആനില് 69 സ്ഥലങ്ങളിൽ പ്രസ്താവിച്ചിട്ടുണ്ട്. മറ്റൊരു പ്രവാചകനും ഇല്ലാത്ത രൂപത്തിൽ 9ഓളം സ്ഥാനപ്പേരുകൾ ആ സ്ഥാനനാമങ്ങളിലൂടെ ഈ 69 പുറമെ അള്ളാഹു അദ്ദേഹത്തെ ആദരിച്ചിട്ടുണ്ട്. ഈ ദുൽഹിജ്ജയിൽ മാത്രമല്ല, ഈ ദുൽഹിജ്ജ മാസത്തിൽ മാത്രമല്ല, ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ എല്ലാ ദിവസവും വ്യത്യസ്തങ്ങളായ സന്ദർഭങ്ങളിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ പേര് പരാമർശിക്കപ്പെടുകയും ഇബ്രാഹിം നബിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ഇബ്രാഹിം നബിയുടെ നിലപാടിലാണ് ഒരു മുസ്ലിം
അത് ഉറക്കെ ഉറക്കെ പ്രഖ്യാപിക്കുകയും ചെയ്യുന്നവരാണ് ഞാനും നിങ്ങളും. അതുകൊണ്ട് തന്നെയാണ് രാവിലെയും വൈകുന്നേരവും ചെല്ലാൻ പഠിപ്പിച്ച ദുആ, ആ ദിക്റുകളില് അല്ലാഹുവിന്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചൊരു ദിക്ർ, എല്ലാ ദിവസവും രാവിലെ വൈകുന്നേരവും ചെല്ലാൻ പഠിപ്പിച്ചൊരു ദിക്ർ, അസ്ബഹിന അലാ ഫിത്രത്തിൽ ഇസ്ലാം വകലിമത്തുൽ ഇഖ്ലാസ് വദീനി മുഹമ്മദ് നബിയുനാ സല്ലല്ലാഹു അലൈഹി വസല്ലം വമില്ലത അബീനാ ഇബ്രാഹിം ഹനീഫൻ മുസ്ലിമ വമാ കാന മിനൽ മുശ്രികീൻ. വല്ലാത്തൊരു ദുആയാണ്. ഇത് ചൊല്ലിക്കൊണ്ടാണ് ഒരു ദിവസം ഒരു വിശ്വാസി അവൻ മുന്നോട്ട് സഞ്ചരിക്കുന്നത്. ഇസ്ലാമിന്റെ ഫിത്രത്തിലാണ് ഞാൻ ഇന്ന് പുതിയ ദിവസം ആരംഭിക്കുന്നത്. ആ ഇഖ്ലാസിന്റെ വചനം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വചനത്തോട് കൂടിയാണ് ഞാൻ ഇന്ന് എന്റെ ജീവിതം ആരംഭിക്കുന്നത്. വല്ലാത്ത പ്രാർത്ഥനയാണ്. അല്ലാഹുവിന്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദീൻ പ്രകാരമാണ് ഞാൻ എന്റെ ദിവസം മുന്നോട്ട് പോകുന്നത്, എന്റെ റസൂലിന്റെ ദീൻ പ്രകാരം. എന്നിട്ട് പറയാണ് വമില്ലത അബീനാ ഇബ്രാഹിം, വമില്ലത അബീനാ ഇബ്രാഹിം, ഞങ്ങളുടെ ആദർശ പിതാവായ ഇബ്രാഹിം നബിയുടെ മില്ലത്ത് പ്രകാരമാണ് ഞാൻ ഈ ദിവസം ആരംഭിക്കുന്നത്. ഇതൊരു മുസ്ലിമിനെ കൊണ്ട് അള്ളാഹ് പറയിപ്പിക്കൽ. ഹനീഫൻ മുസ്ലിമാ, വക്രതയില്ലാത്ത, കളങ്കമില്ലാത്ത, ഋജുമനസ്കനാണ്. ആര്? ഇബ്രാഹിം നബി അലൈഹി സ്വലാം മുസ്ലിമാണ്, എല്ലാം അള്ളാഹുൽ സമർപ്പിച്ചവനാണ്. വമാ കാന മിനൽ മുശ്രികീൻ, അദ്ദേഹം ഒരിക്കലും ശിർക്ക് ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ ആയിരുന്നില്ല. ഈ വാക്ക് ഈ ഖുതുബ തീരും വരെ, അതിനുശേഷവും നിങ്ങളുടെ മനസ്സിന്റെ അടിത്തട്ടിൽ അള്ളിപ്പിടിച്ചിരിക്കണം കേട്ടോ. ഏതാ? വമാ കാന മിനൽ മുശ്രികീൻ, ഞാൻ മുശ്രിക്കുകളിൽ ശിർക്ക് ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ ആയിരുന്നില്ല അല്ലാഹ്. അദ്ദേഹം ഒരിക്കലും ശിർക്ക് ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ ആയിരുന്നില്ല. ഇത് രാവിലെയും ചെല്ലണം, വൈകുന്നേരം ചെയ്യണം. രാവിലെ ചെല്ലുമ്പോ ആ തുടക്ക് അസ്ബഹിന എന്നാണ് പറയുന്നത്, വൈകുന്നേരമാകുമ്പോഴോ അംസൈന എന്നൊരു മാറ്റം മാത്രമേ ഉള്ളൂ. ഇത് ഒരു ദിവസം രണ്ടു നേരം ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ മില്ലത്തിലാണെന്ന് അള്ളാഹുവിന്റെ മുമ്പിൽ പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഒരു വിശ്വാസി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഈ പ്രാർത്ഥന അറിയുന്നവർ എത്ര പേരുണ്ട്? ഞാനും എന്റെ മക്കളും എന്റെ കുടുംബവും ഈ ദുആ ചൊല്ലിക്കൊണ്ടാണോ ജീവിതം ആരംഭിക്കുന്നത്? ചിന്തിക്കുക. അതുപോലെ തന്നെ നമ്മൾ ആലോചിച്ച് നോക്കിയേ, നമ്മളൊക്കെ നമസ്കരിക്കുന്നവരാണ്. ആ നമസ്കാരത്തിന്റെ പ്രാരംഭ പ്രാർത്ഥന നമുക്കെല്ലാവർക്കും അറിയാം. വജ്ജഹതു വജ്ഹി ലില്ലദീ ഫതറ സമാവാതി വൽ അർദ് ഹനീഫൻ മുസ്ലിമാ. ഇബ്രാഹിം നബി അലൈഹിസ്സലാം പ്രഖ്യാപിച്ച പ്രഖ്യാപനമാണത്. ഒന്ന് ആലോചിച്ചോക്ക്. ആ പ്രഖ്യാപനം, ഇബ്രാഹിം നബിയുടെ പ്രഖ്യാപനം, ഇന്ന സ്വലാത്തി വനുസുക്കി വമഹിയായ വമമാതി, എല്ലാം എന്റെ നമസ്കാരം, എന്റെ ബലി, എന്റെ ജീവിതം, എന്റെ മരണം എല്ലാം അല്ലാഹുൽ അർപ്പിച്ചുകൊണ്ടാണ് ഒരു മുസൽമാൻ നമസ്കാരം തന്നെ ആരംഭിക്കുന്നത്. ആ പ്രാരംഭ പ്രാർത്ഥന തന്നെ ഇതുപോലെ തന്നെ ആലോചിച്ച് നോക്ക്. അത്തഹിയാത്തിലും ആ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ പേരിലെ സലാത്തില് അത്തഹിയാത്തിന് ശേഷം അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സല്ലൈത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം, ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ പേര് 4 പ്രാവശ്യം പരാമർശിച്ചുകൊണ്ടാണ് ആ ഇബ്രാഹിം സലാത്ത് ഉരുവിടുന്നത്. ഏറ്റവും ശ്രേഷ്ഠമായ സ്വലാത്താണത്. ഈ സ്വലാത്തിന്റെ പേര് തന്നെ സലാത്തുൽ ഇബ്രാഹിമിയ, ഇബ്രാഹിമി സലാത്താണ്. അതിനപ്പുറവും വ്യത്യസ്തമായ സന്ദർഭങ്ങളിലും സാഹചര്യങ്ങളും ഈ സ്വലാത്ത് ചെല്ലണം. എപ്പോക്കെ? ഇപ്പൊ നമ്മുടെയൊക്കെ ചേതനയറ്റ ശരീരം പള്ളിയിൽ കൊണ്ടുപോയി വെച്ചിട്ട് ആ മയ്യിത്ത് നമസ്കാരത്തില് ഒന്നാമത്തെ തക്ബീറിന് ശേഷം രണ്ടാമത്തെ തക്ബീർ ചൊല്ലിയതിനു ശേഷവും ഈ സ്വലാത്താണ് ചെല്ലേണ്ടത്, ഇബ്രാഹിം സ്വലാത്ത്. ഒരാളുടെ പ്രാർത്ഥന സ്വീകരിക്കണമെങ്കിൽ ഈ സ്വലാത്ത് ചെല്ലണം. അള്ളാഹു എന്റെ പ്രാർത്ഥന സ്വീകരിക്കണേ എന്ന് പറയുന്നതിന് മുമ്പും ഈ സ്വലാത്ത് ചെല്ലണം. എപ്പോഴും ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ഓർമ്മ ഹൃദയത്തിൽ താളമടിക്കണമെന്നാണ്. ഇങ്ങനെ പരാമർശിച്ചുകൊണ്ടും സ്മരിച്ചുകൊണ്ടാണ് ഒരു വിശ്വാസി ജീവിതത്തിന്റെ രംഗത്ത് മുന്നോട്ട് ചലിച്ചുകൊണ്ടിരിക്കുന്നത്. ഹജ്ജിന്റെ വിളിനാദം, ഹജ്ജിന്റെ മാസമാണ്. ആ ഹജ്ജിന്റെ കർമ്മം സാക്ഷി ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ വല്ലാത്തൊരു സ്മരണ, ആ ഒരു വിളിനാദം. ഇപ്പൊ സൂറത്തുൽ ഹജ്ജ് ഒരു വലിയ ഇബാദത്തുമായി ബന്ധപ്പെട്ടതാണ്. ആ ഇബാദത്തുമായി ബന്ധപ്പെട്ട് ഖുർആൻ
നാമകരണം ചെയ്ത ഒരു അധ്യായമാണ് അത് ഹജ്ജ് മാത്രമുള്ളൂ. ഇബാദത്തുമായി ബന്ധപ്പെട്ട് ഖുർആനിൽ നാമകരണം ചെയ്ത ഒരു ഹജ്ജ് എന്ന അധ്യായമാണ്. അതുപോലെ ഷഹാദ എന്നൊരു അധ്യായം ഉണ്ടോ? സൂറത്ത് ഷഹാദ ഇല്ല. ഇഖ്ലാസ് ഉണ്ട്, അള്ളാഹുവിന്റെ ഏകത്വം ഇഖ്ലാസ് ഉണ്ട്. ഇപ്പൊ നമസ്കാരത്തിന്റെ അധ്യായമുണ്ട്, സൂറത്ത് സ്വലാഹ്. സൂറത്ത് നോമ്പിനെ പറ്റി ഒരു അധ്യായമുണ്ട്, സൂറത്ത് സൗം. സൂറത്ത് സക്കാത്ത് ഇല്ല. സ്വലാത്തിനെ സംബന്ധിച്ച അധ്യായമില്ല. നോമ്പിനെ കുറിച്ച് പറയുന്ന അധ്യായമില്ല. പക്ഷെ നോമ്പിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആയത്തുകളുണ്ട് ഖുർആനിൽ. അതുപോലെ തന്നെ ഒരു ദിവസത്തിന്റെ മഹത്വം വിവരിക്കുന്ന ഒരു അധ്യായമുണ്ട് നോമ്പിന്റെ, സൂറത്തുൽ ഖദർ, ലൈലത്തുൽ ഖദർ. എങ്കിലും ഒരു ഹജ്ജിനെ പറ്റി ആ ഇബാദത്തിന്റെ പേര് പറഞ്ഞുകൊണ്ടൊരു അധ്യായം തന്നെ ഖുർആനിലുണ്ട്. അതൊക്കെ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിലേക്കാണ് നമ്മുടെ സ്മരണ പുതുക്കുന്നത്. അതുപോലെ ആലോചിച്ച് നോക്കി, ഹജ്ജ് ചെയ്യുമ്പോ അവിടെ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെയും ഇസ്മായിൽ നബി അലൈഹിസ്സലാമിന്റെയും ഹാജറ ബീവിയുടെയും ചരിത്രം മനസ്സിലേക്ക് ആഴ്ന്നിറങ്ങണം, എന്നാലേ ഹജ്ജ് ശരിയാവും. പക്ഷെ നമസ്കരിക്കുമ്പോ ചരിത്രം ആഴ്ന്നിറങ്ങണം. നമ്മൾ നമസ്കരിക്കുമ്പോ ഏതെങ്കിലും ചരിത്രം ആഴ്ന്നിറങ്ങണം. നോമ്പ് പിടിക്കുമ്പോ ചരിത്രം ആഴ്ന്നിറങ്ങണം. ചരിത്രങ്ങളിലൂടെ നമ്മുടെ ഹൃദയം സഞ്ചരിക്കണോ? വേണ്ട. സക്കാത്ത് കൊടുക്കുമ്പോ വേണോ? വേണ്ട. പക്ഷെ ഹജ്ജ് ചെയ്യുമ്പോഴോ ആ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെയും ഇസ്മായിൽ നബി അലൈഹിസ്സലാമിന്റെയും ഹാജറ ബീവിയുടെയും ചരിത്രം ഹൃദയങ്ങളിലൂടെ ചലിച്ചാൽ മാത്രമേ ആ ഹജ്ജ് ശരിയാവുകയുള്ളൂ. അവിടെയും ഇബ്രാഹിം നബി അലൈഹിസ്സലാം. അങ്ങനെ ലോക അവസാനം വരെയുള്ള എല്ലാ മുസ്ലിങ്ങളും ഈ പേര് പരാമർശിക്കാമത്ത സവിശേഷത ഉണ്ട്. എന്താണെന്നറിയോ? ഒരു സവിശേഷത, വമാ കാന മിനൽ മുശ്രിക്കീൻ. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ശിർക്ക് ചെയ്യുന്നവനായിരുന്നില്ല. പിന്നെ അല്ലാഹു ഒന്നാമതായി പഠിപ്പിച്ചു, ഏറ്റവും നിഷ്കളങ്കമായ വ്യക്തിത്വമാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം. വലഖദ് ഇസ്തഫൈനാഹു ഫിദ്ദുനിയ. ദുനിയാവിൽ അദ്ദേഹത്തെ നാം തിരഞ്ഞെടുത്തിരിക്കുന്നു. വഇന്നഹു ഫിൽ ആഖിറതി ലമിനസ് സ്വാലിഹീൻ. പരലോകത്ത് അവൻ സ്വാലിഹീങ്ങളിൽ പെട്ടവനാണ് എന്നും അല്ലാഹു സുബ്ഹാനഹു തആല സ്പഷ്ടമായ ഭാഷയിൽ ഉറപ്പിച്ചുകൊണ്ട് ഖുർആൻ പ്രഖ്യാപിക്കൽ. ഖുർആൻ തറപ്പിച്ചു പറയാ. നിങ്ങൾ ആയത്തിന്ന് എടുത്ത് നോക്കണം കേട്ടോ. വമൻ യർഅബു അൻ മില്ലത്തി ഇബ്രാഹീം ഇല്ലാ മൻ വലഖദ് ഇസ്തഫൈനാഹു ഫിദ്ദുനിയ വഇന്നഹു ഫിൽ ആഖിറതി ലമിനസ് സ്വാലിഹീൻ. വലഖദ് ലാ എന്ന് പറഞ്ഞാൽ തീർച്ചയായും, കത് തീർച്ചയായും, എന്നിട്ട് അടുത്ത തൊട്ടടുത്ത് തന്നെ വഇന്നഹു ഇന്ന തീർച്ചയായും. ഇങ്ങനെ 3 പ്രാവശ്യം തീർച്ചയായും എന്ന അർത്ഥമുള്ള വാക്ക് ഉപയോഗിച്ചുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു തആല ഖുർആനിലൂടെ നമ്മെ പഠിപ്പിക്കുക. ദുനിയാവിൽ തിരഞ്ഞെടുക്കപ്പെട്ടവനാണ്, ആഖിറത്തിൽ സ്വാലിഹീങ്ങളിൽ പെട്ടവനാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു പ്രത്യേകമായി പറയാൻ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ. അതുപോലെ തന്നെ അല്ലാഹുവിന്റെ ഏറ്റവും വലിയ കൂട്ടുകാരനാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഇത്തഖദല്ലാഹു ഇബ്രാഹിമ ഖലീല. അല്ലാഹു ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ കൂട്ടുകാരനായി തിരഞ്ഞെടുത്തതാണ്. അള്ളാഹ്ക്ക് 2 കൂട്ടുകാരുണ്ട്. ഒന്നാരാ? നമ്മുടെ മുത്ത് മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇബ്രാഹിം നബിയെ ഖലീലാക്കിയത് പോലെ എന്നെ ഖലീലാക്കി സ്വീകരിച്ചിരിക്കൂ എന്ന് അള്ളാഹുവിന്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ഖലീൽ എന്ന് പറഞ്ഞാല് സ്നേഹത്തിന്റെ അങ്ങേയറ്റത്തെ കുറിക്കുന്ന വാക്കാണ് ഖലീൽ. അതുകൊണ്ടല്ലേ പ്രവാചകനായ യൂസഫ് നബിയും യഅ്കൂബ് നബി അലൈഹിസ്സലാം പോലും പ്രഖ്യാപിക്കാൻ ഇബ്രാഹിം നബിയുടെ മില്ലത്ത് പിൻപറ്റി എന്നാണ്. ഇബ്രാഹിമിയുടെ ഈ മില്ലത്തിലാണോ ഞാനും നിങ്ങളും എന്ന് ആലോചിക്കണം. അള്ളാഹുവിന്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റാൻ ആവശ്യപ്പെട്ടതും ഇബ്രാഹിം നബിയുടെ മില്ലത്തിനാണ് എന്ന് പരിശുദ്ധ ഖുർആൻ. വത്തബഅതു മില്ലത ആബാ ഇബ്രാഹിം വഇസ്ഹാഖ വയഅ്കൂബ്. ആ യൂസഫ് നബിയുടെ പ്രഖ്യാപനമാണ് വത്തബഅതു, ഞാൻ പിന്തുടർന്നു, പിൻപറ്റിയിരിക്കുന്നു, മില്ലത ആബാ, എന്റെ പിതാക്കന്മാരുടെ മില്ലത്തിനെ, ഇബ്രാഹിമ വഇസ്ഹാഖ വയഅ്കൂബ, ഇബ്രാഹിം നബിയുടെയും ഇസ്ഹാഖ് നബി അലൈഹിസ്സലാമിന്റെയും ആ യഅ്കൂബ് നബി അലൈഹിസ്സലാം മില്ലത്തിനെയാണ് ഞാൻ പിൻപറ്റുന്നത്. മാ കാന ലനാ അൻ തുശ്രിക ബില്ലാഹി ഷൈഅ, ഞങ്ങളുടെ മില്ലത്തിൽ അല്ലാഹുൽ പങ്കു ചേർക്കുക എന്ന ഒന്നില്ല. അടിവരായിട്ട് മനസ്സിലാക്കട്ടോ. ആരാ പറയാ? യൂസഫ് നബി അലൈഹിസ്സലാം പറയാണ്, യഅ്കൂബ് നബി അലൈഹിസ്സലാം പറയാണ്, ഞങ്ങളുടെ ആ ഇബ്രാഹിം മില്ലത്തില്, ആ മില്ലത്താണ് ഞങ്ങൾ പിന്തുടരുന്നത്, അതിൽ അല്ലാഹുൽ പങ്കു ചേർക്കുക എന്നൊന്നില്ല, ഞങ്ങൾക്കത് അനുയോജ്യമല്ല.
പടച്ചവന് പങ്കുകാരെ സ്ഥാപിക്കാൻ ഇബ്രാഹിം നബിയുടെ മില്ലത്തിലുള്ള കാര്യമല്ല, ഇബ്രാഹിം നബിയുടെ മാർഗമാണ് ഞാൻ പിൻപറ്റിയതെന്ന് യൂസഫ് നബി അലൈഹിസ്സലാം അള്ളാഹുവിന്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി അല്ലാഹ് പറയാ. സുമ്മ ഔഹൈനാ ഇലൈക അനിത്തബിഉ മില്ലത ഇബ്രാഹിം ഹനീഫ. നബിയെ, താങ്കൾക്ക് ഇതാ ഞാൻ വഹി നൽകിയിരിക്കുന്നു. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ മില്ലത്തിനെയാണ് അള്ളാഹുവിന്റെ റസൂലെ മുഹമ്മദ് നബിയെ താങ്കൾ പിൻപറ്റേണ്ടത്. അല്ലാഹ് പറഞ്ഞു കൊടുക്കേ, ഹനീഫ, ആ മാർഗം, ഏറ്റവും സ്പഷ്ടമായ വക്രതയില്ലാത്ത മാർഗം. വമാ കാന മിനൽ മുശ്രിക്കീൻ. ഞാൻ ആമുഖം പറഞ്ഞു, ഈ ആയത്ത് ആഴ്ന്നിറങ്ങണമെന്ന്. വമാ കാന മിനൽ മുശ്രിക്കീൻ, അദ്ദേഹം ഒരിക്കലും ശിർക്ക് ചെയ്യുന്നവന്റെ കൂട്ടത്തിലല്ല. ഈ വിശുദ്ധ ഖുർആനിൽ ധാരാളം സ്ഥലത്ത് നമ്മളൊന്ന് ഖുർആൻ എടുത്ത് പരിശോധിക്കണം. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ 69 തവണ പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അതിൽ ഭൂരിഭാഗം സ്ഥലത്ത് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ പറയുന്ന സ്ഥലത്ത് വമാ കാന മിനൽ മുശ്രിക്കീൻ, വമാ കാന മിനൽ മുശ്രിക്കീൻ, ഞാൻ ശിർക്ക് ചെയ്യുന്ന കൂട്ടത്തിലല്ല. അതിന്റെ പ്രസക്തി മനസ്സിലാക്കണം കേട്ടോ. അദ്ദേഹം മുശ്രിക്കുകളിൽ പെട്ടവനായിരുന്നില്ല, ശിർക്ക് ചെയ്യുന്നവനായിരുന്നില്ല. ആ മാർഗമാണ് താങ്കൾ പിൻപറ്റേണ്ടത്, ഞാൻ പിൻപറ്റേണ്ടത്, ഈ ഇരിക്കുന്ന ഓരോരുത്തരും പിൻപറ്റേണ്ടത്. ഒന്ന് ആലോചിച്ച് നോക്ക്. ഈ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ദഅവത്ത് തുടങ്ങിയത് എവിടുന്നാ? കുടുംബത്തിൽ നിന്നാണ്. ഞാനും നിങ്ങളും ദഅവത്ത് കുടുംബത്തിൽ നിന്ന് തുടങ്ങിയിട്ടുണ്ടോ? പരിശുദ്ധ മിമ്പറിന്റെ ഗൗരവമുള്ള വാക്ക്. ഇബ്രാഹിം നബിയുടെ സ്വന്തം വാപ്പാനെ പൊന്നു വാപ്പാന്ന് വിളിച്ച യാ അബത്ത്, എന്റെ വാപ്പാ. വാപ്പാ, ശിർക്ക് ചെയ്യല്ലേ വാപ്പാ, നരകത്തിന്റെ അടിത്തട്ടിലേക്ക് പോകും വാപ്പാ, അല്ലാഹുവിന് ഏറ്റവും കോപമുള്ളതാണ് വാപ്പാ. വാപ്പാനെ ചേർത്ത് വെച്ച് പറയാൻ. ആ വാപ്പ ക്രോധത്താൽ പൊട്ടിത്തെറിക്കാൻ, എന്റെ അന്നം മുടക്കിയവനെ, എന്റെ കുലത്തൊഴിൽ ആക്ഷേപിച്ചവനെ നിന്നെ കല്ലെറിഞ്ഞ് ഓടിക്കുക തന്നെ ചെയ്യും. ഇത് ഖുർആന്റെ ഭാഷയാണ് കേട്ടോ. കാല അറായിബു അൻത അൻ ആലിഹതി യാ ഇബ്രാഹിം ലഇൻ ലം തൻതഹ ലഅർജുമന്നക വഹ്ജുർനി മലിയാ. ഇബ്രാഹിം, നീ എന്റെ ദൈവങ്ങളെ വേണ്ടെന്ന് വെക്കുകയാണോ? എന്റെ അന്നം മുടക്കിയവനെ, എന്റെ കുലത്തൊഴിൽ ആക്ഷേപിച്ചവനെ നിന്നെ കല്ലെറിഞ്ഞ് ഓടിക്കും. വീട്ടിൽ നിന്ന് ആട്ടി ഓടിക്കുക. എന്തിന്റെ പേരില? അള്ളാഹുവിനെ മാത്രം വിളിച്ചു പ്രാർത്ഥിക്കാൻ പറഞ്ഞതിന്റെ പേരിൽ. മനസ്സിലാക്കണം. മോൻ പോകാ വീട്ടിൽ നിന്ന്, ആട്ടി ഓടിക്കൽ. വാപ്പനെ ചോദിക്കണ്ട്, മോനെ നീ എങ്ങോട്ടാ പോണേ? വീട്ടുകാരില്ല, നാട്ടുകാരില്ല, കൂട്ടുകാരില്ല, എങ്ങോട്ടാ പോണേ? ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞ മറുപടി ഉണ്ടല്ലോ, അതാണ് ഇബ്രാഹിം മില്ലത്ത്, ഇബ്രാഹിം അലൈഹിസ്സലാം മാതൃക. ഇബ്രാഹിം അലൈഹിസ്സലാം പറഞ്ഞ മറുപടി എന്താണ്? ഇന്നീ ദാഹിബുൻ ഇലാ റബ്ബി സയഹ്ദീൻ, ഞാൻ പോകുന്നത് എന്റെ റബ്ബിലേക്കാണ്. സുബ്ഹാനല്ലാഹ്. ആലോചിച്ച്, ഇതല്ലേ ഏറ്റവും ലൈവായി നിൽക്കുന്ന ഒരു അനുഭവ സത്യമുണ്ടായില്ലേ? ലോകം കണ്ട ഏറ്റവും വലിയ ഭീകരവാദി നെതന്യാഹു എന്ന നരാധിപൻ നിഷ്കളങ്കരായ ഫലസ്തീൻ ജനതയെ തറങ്കിലടിച്ചു. എന്നിട്ട് ആ ജനതയെ കൊണ്ടുപോയിട്ട് വീണ്ടും കൊണ്ടുപോയി അഭയാർത്ഥി ക്യാമ്പിൽ പാർപ്പിച്ചു. എന്നിട്ട് അന്നം കൊടുത്തു. അതിനുശേഷം ബോംബ് വർഷിക്കാൻ, ബോംബ് നിഷ്ഠൂരമായി കൊലപ്പെടുത്താൻ അവിടെ നിന്ന് രക്ഷപ്പെട്ട് കിട്ടിയ ഉള്ള സാമഗ്രികളുമായി രക്ഷപ്പെട്ട ഒരു ജനത. ആ ജനതയോട് ഒരു മാധ്യമ പ്രവർത്തകൻ ചോദിക്കുകയാണ്, നിങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത്? നിങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത്? ഏതെങ്കിലും ഇസ്ലാമിക രാഷ്ട്രങ്ങൾ അവരുടെ കവാടങ്ങൾ നിങ്ങൾക്ക് തുറന്നു തന്നുവോ? ഒരു മധ്യവയസ്കനായ ഒരു മനുഷ്യൻ പറയുകയാണ്, ഞങ്ങൾ പോകുന്നത് ഇന്നീ ദാഹിബുൻ ഇലാ റബ്ബി സയഹ്ദീൻ, ഞങ്ങൾ അല്ലാഹുവിലേക്ക് പോണം. ഞങ്ങൾ അവിടെ ഇരുന്നുകൊണ്ട് കാര്യമില്ലല്ലോ, ഞങ്ങൾ പോവുകയാണ്. അല്ലാഹ് ഒരു വഴി കാണിച്ചു തരും. അതാണ് ഇബ്രാഹിം മില്ലത്ത്, അതാണ് ഇബ്രാഹിം മില്ലത്ത്. എന്റെ ജീവിതത്തില് പല പ്രയാസങ്ങളുണ്ടാവും, ബുദ്ധിമുട്ടുണ്ടാവും, വിഷമങ്ങളുണ്ടാവും. അല്ലാഹുവിന്റെ ഫിത്നത്താണ്, പരീക്ഷണമാണ്. അല്ലാഹ് ഒരു വഴി കാണിച്ചു തരും. ഈ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനല്ലേ പൂർണ്ണ നഗ്നനായിട്ട് നമ്രൂദിന്റെ തീക്കുണ്ടാരത്തിലേക്ക് വലിച്ചെറിഞ്ഞ സന്ദർഭം ഒന്ന് ആലോചിച്ച് നോക്ക്. ആ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് റൂഹുൽ അമീൻ ജിബ്രീൽ അലൈഹിസ്സലാം എന്ന് ചോദിച്ചൊരു ചോദ്യമുണ്ട്, ഹല്ലക ഹാജത്തുൻ, എന്തെങ്കിലും സഹായം വേണോ ഇബ്രാഹിം? ഇബ്രാഹിം നബി അലൈഹിസ്സലാം തിരിച്ചു ചോദിച്ചു, ഫമിൻ ഇൻദിക ഫലാ, നിന്നിൽ നിന്നാണ് എനിക്ക് വേണ്ട.
കാരണം എന്താ? അസ്ബി അല്ലാഹ്, അസ്ബി അല്ലാഹ്, എനിക്ക് എന്റെ അല്ലാഹ് മതി. ഈ ഒറ്റ ചരിത്രം കൊണ്ടേ എത്ര ആളുകൾക്കാണ് ഹിദായത്ത് കിട്ടിയെന്ന് അറിയും. ശിർക്കിന്റെ കൂടാരത്തിൽ കിടന്ന മനുഷ്യന്മാർക്ക് ഹിദായത്ത് കിട്ടിയ ചരിത്രമാണിത്. ഒരു മലക്ക് വന്ന് നേരിട്ട് വന്ന് ചോദിക്കാൻ, ആരോട്? ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനോട്, എന്തെങ്കിലും സഹായം വേണോ ഇബ്രാഹിം? ഇബ്രാഹിം നബി അലൈഹി സ്വലാം പറഞ്ഞു, എനിക്ക് എന്റെ അല്ലാഹ് മതി, അല്ലാഹ് മതി. അതല്ലേ അള്ളാന്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്. ക്രൂരനായ ഭരണകർത്താവിനെ നേരിടുമ്പോഴും, അനിഷ്ടകരമായത് കാണുമ്പോഴും, കടമൊന്ന് കൂടുമ്പോഴും, നിന്റെ വീടകങ്ങളിൽ നിന്ന് നിന്റെ പ്രിയപ്പെട്ടവർ അള്ളാഹ് വിളിച്ചു കൊണ്ടുപോകുമ്പോഴും നിന്റെ നാവിൻ തുമ്പത്തിലൂടെ പുറത്തേക്ക് വരുന്ന വാക്ക് അസ്ബി അല്ലാഹ്, എനിക്ക് എന്റെ അല്ലാഹ് മദീന. പിന്നെ ഒന്ന് ആലോചിക്കണ്ടേ പ്രിയ, ഈ മാസത്തില് നമ്മുടെ പ്രിയപ്പെട്ട സഹോദരന്മാർ കുടുംബങ്ങളൊക്കെയും അവർ ഹജ്ജിന് പോയിട്ടുണ്ട്. എത്ര കുടുംബങ്ങളാണെന്നറിയോ? ഈ ഹജ്ജ് ആരാ? അള്ളാഹുവിന്റെ വിളിനാദമാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ പ്രാർത്ഥനയുടെ ഫലമാണത്. എന്നിട്ട് നമ്മുടെ പ്രിയപ്പെട്ട സഹോദരന്മാർ ആ ഞങ്ങളുടെ യാത്ര എളുപ്പമാക്കാനും ഏറ്റവും നല്ല രൂപത്തിൽ ഹജ്ജ് ചെയ്ത് തിരിച്ചു വരാനും വേണ്ടി എത്രയെത്ര ജാറങ്ങളിലേക്കും മക്ബറകളിലേക്കും ദർഗകളിലേക്കും പോയി എത്രയോ സഹോദരന്മാരുണ്ടെന്നറിയോ? എത്രയോ പേര് കുടുംബസമേതം ട്രാവലറെടുത്ത് പോവുകയാണ്. എർവാടിയിലേക്ക്, നാവൂരിലേക്ക്, പല സ്ഥലങ്ങളിലേക്കും. ഒന്ന് ആലോചിച്ച് നോക്കി, എന്തിനു വേണ്ടി? എന്റെ ഹജ്ജ് സ്വീകരിക്കപ്പെടാൻ. അവിടെ ചെന്ന് എന്താണ് വിളിനാദം? ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക് ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക്, നിന്റെ വിളിക്ക് ഞാൻ ഉത്തരം ചെയ്യുന്നു അല്ലാഹുവേ എന്ന് അവിടെ പോയി പ്രഖ്യാപിക്കാൻ. ആ വിളിക്ക് അല്ലാഹുവേ, നിന്റെ വിളിക്ക് ഉത്തരം ചെയ്യുന്നു. ലാ ശരീക ലക, നിനക്ക് പങ്കുകാരനില്ല അല്ലാഹ്, നിനക്ക് പങ്കുകാരനില്ല അല്ലാഹ്. ഇന്നൽ ഹംദ വന്നിഅമത, എല്ലാ സ്തുതികളും എല്ലാ അനുഗ്രഹങ്ങളും നൽകാനുള്ള അവകാശത്തെ നിനക്കാണ്. ലക്കൽ മുൽക്ക്, നീയാണ് രാജാധിരാജൻ, നീയാണ് യജമാനൻ. ലാ ശരീക ലക്, നിനക്ക് പങ്കുകാരില്ല എന്ന് അവിടെ പോയി ഉച്ചസ്ഥരം വിളിച്ചു പറയും. ഇവിടെ നിന്ന് എങ്ങനാ പോയത്? ഇവിടെ നിന്ന് എങ്ങനാ പോയത്? എന്നിട്ട് തിരിച്ചു വരുമ്പോഴോ വീണ്ടും മക്ബറകളിലേക്കും ജാറങ്ങളിലേക്കും പോകുന്ന വിരോധാഭാസം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹിദായത്ത് കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. ആമീൻ. അതുപോലെ തന്നെ മനസ്സിലാക്കണം, ഇബ്രാഹിം നബി അലൈഹി സ്വലാം ആയുധമാക്കിയത് എന്താണ്? ഒരു മുസൽമാന്റെ ആയുധമാണ് ദുആ. ഒരു മുസൽമാന്റെ ആയുധമാണ് പ്രാർത്ഥന. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ എങ്ങനെ എന്ന് ചോദിക്കുന്നതിന്റെ ഉത്തരവും, എന്തുകൊണ്ട് എന്ന് ചോദ്യത്തിന്റെ മറുപടിയും, എന്തെല്ലാം എന്ന് അന്വേഷിക്കുന്നവർക്ക് വിശദീകരണവുമാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ മില്ലത്ത്. ഒരാളുടെ മനസ്സിനെ ഏറ്റവും അധികം സ്വാധീനിക്കുന്ന പ്രാർത്ഥനയാണ്. അതുകൊണ്ടല്ലേ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ പ്രാർത്ഥന വഇദ് ഖാല ഇബ്രാഹിം റബ്ബി ജഅൽ ഹാദൽ ബലദ ആമിന വജ്നുബിനി വബനി അൻ നഅബുദൽ അസ്നാം. വളരെ പ്രധാനപ്പെട്ട രണ്ട് ദുആ. എല്ലാവരും മിഴികളൊക്കെ തുറന്നു വെക്കുക. ഈ ദുആയിലൂടെ നമ്മുടെ ഹൃദയം ഒന്ന് സഞ്ചരിക്കുക. ഒന്ന് പറയാ, ഒന്ന് വഇദ് ഖാല ഇബ്രാഹിം റബ്ബി ജഅൽ ഹാദൽ ബലദ ആമിന. ഒരു മുസൽമാന്റെ ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്ന് നാവിൻ തുമ്പത്തിലൂടെ പുറത്തേക്ക് വരുന്ന ദുആ, പ്രാർത്ഥന എന്താണ്? ഒരു രാജ്യം, ഒരു നാട്. അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാൻ കാര്യമായിട്ട് അള്ളാഹ് പഠിപ്പിക്കാൻ. നമ്മൾ ഇന്ത്യക്കാരനാണ്, ഞാൻ മുസൽമാനാണ്, അതോടൊപ്പം ഞാനൊരു ഇന്ത്യക്കാരനാണ്. ആ ഇന്ത്യയിലെ ഒരു ചെറിയ സംസ്ഥാനത്തിൽ ജീവിക്കുന്നവനാണ് ഞാൻ, ആ കേരളത്തിലെ. അതുകൊണ്ട് നമുക്ക് നിർബന്ധമാണ് ഒരു മുസൽമാന് നമ്മുടെ ഇന്ത്യക്ക് വേണ്ടി ദുആ ചെയ്യണം. ഈ കൊച്ചു കേരളത്തിന് വേണ്ടി ദുആ ചെയ്യണം. ഏതാണ് ഇബ്രാഹിം മില്ലത്തിന്റെ മാർഗ്ഗം പറയുന്നത്? മുസ്ലിങ്ങൾ സുരക്ഷിതമായി ജീവിക്കണം എന്ന് മാത്രമല്ല, ഞാൻ എന്റെ നാടിന് വേണ്ടി, എന്റെ നാടിന്റെ നന്മക്ക് വേണ്ടി, എന്റെ നാടിന്റെ പുരോഗതിക്ക് വേണ്ടി, എന്റെ നാടിന്റെ നിർഭയത്വത്തിന് വേണ്ടി, ആ നാടിന്റെ വളർച്ചയ്ക്ക് വേണ്ടി, ഉയർച്ചയ്ക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കണം. ഈ ഒരു വലിയ ബോധം ഇബ്രാഹിം നബി അലൈഹി സ്വലാം നമുക്ക് പകർന്നു തരാൻ നമ്മൾ ആത്മാർത്ഥമായി ദുആ ചെയ്തിട്ടുണ്ടോ? ഉണ്ടോ? ഇല്ലെങ്കിൽ ഇൻഷാ അല്ലാഹ് ഈ ഖുത്ബ ഒരു വഴികാട്ടിയാണ്. നമ്മൾ ആവർത്തിക്കണം, പ്രാക്ടിക്കലാക്കണം. നമ്മുടെ നാടിനെ പറ്റിയുള്ളൊരു ബോധം,
ഒരു നാട്ടിൽ ഒരു മനുഷ്യ സമൂഹത്തിന് ജീവിക്കാൻ ഏറ്റവും ബേസിക് അടിസ്ഥാനപരമായി നാടിന് വേണ്ടത് എന്താണ്? സമാധാനവും സുരക്ഷിതത്വവുമാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം നമ്മെ പഠിപ്പിക്കുക. പിന്നെയോ ഏറ്റവും പ്രധാനപ്പെട്ട ദുആ, ഏറ്റവും പ്രധാനപ്പെട്ട ദുആ, വജ്നുബിനി വബനിയ അൻ നഅ്ബുദൽ അസ്നാം, എന്നെയും എന്റെ മക്കളെയും കാത്തുരക്ഷിക്കണേ. ഒരു പിതാവിന്റെ പ്രാർത്ഥന, ഒരു മാതാവിന്റെ പ്രാർത്ഥന, അകത്തളത്തുനിന്ന് എപ്പോഴും പ്രാർത്ഥിക്കണം. എന്നെയും എന്റെ മക്കളെയും കാത്തുരക്ഷിക്കണേ, നീ അകറ്റിത്തരണേ, ഒരുപാട് ദൂരെയാക്കണേ. എന്തിൽ നിന്നാണ്? അൻ നഅ്ബുദൽ അസ്നാം, വിഗ്രഹാരാധനയെ തൊട്ട്, ശിർക്ക് ചെയ്തതിനെ തൊട്ട്, പച്ചയായ ശിർക്കിൽ നിന്ന് ഞങ്ങളെ നീ അകറ്റിത്തരണം റബ്ബേ. എന്നെ മാത്രമല്ല, വജ്നുബിനി വബനിയ അൻ നഅ്ബുദൽ അസ്നാം, എന്റെ മക്കളെയും എന്റെ പേരമക്കളെയും വരാൻ പോകുന്ന വളരാൻ പോകുന്ന തന്റെ മക്കൾക്ക് വേണ്ടി ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഒരു പ്രാർത്ഥന അള്ളാഹുവിന്റെ മുമ്പിൽ വെക്കുകയാണ്. നമ്മൾ വെച്ചോ? നമ്മുടെ മക്കൾക്ക് വേണ്ടി എന്തെല്ലാം നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്? ഭൗതിക സുഖത്തിന് വേണ്ടി, ഭൗതികമായ നേട്ടങ്ങൾക്ക് വേണ്ടി, നല്ല നല്ല വിദ്യ അഭ്യസിക്കുന്നതിന് വേണ്ടി, നാളെ പരലോകത്ത് രക്ഷപ്പെടാൻ, ഇഹലോകത്ത് ശിർക്ക് ചെയ്യാത്തനായി ജീവിക്കാൻ നമ്മൾ പ്രാർത്ഥിച്ചിട്ടുണ്ടോ? തന്റെ മക്കൾക്ക് വേണ്ടി ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഒരു പ്രാർത്ഥന അള്ളാഹുവിന് മുമ്പിൽ വെക്കുകയാണ്. ആ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ മനസ്സിനെ പിടിച്ചുലച്ച, വലിയ തോതിൽ സ്വാധീനിച്ച കാര്യം, എന്റെ മക്കൾ ശിർക്കിലേക്ക്, ബഹുദൈവ ആരാധനയിലേക്ക്, അള്ളാഹുവേ എന്റെ മക്കളെ നീ അവരടുത്തേക്ക് അടുപ്പിക്കരുതേ എന്ന് ആരാ പ്രാർത്ഥിക്കണേ? ഇബ്രാഹിം നബി അലൈഹിസ്സലാം. ആ ശിർക്ക് വളരെ ഗൗരവത്തോടുകൂടി സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം എന്താണെന്നറിയോ? അള്ളാഹുവിന്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പോലും അള്ളാഹു സുബ്ഹാനഹു വ തആല എന്താ പറയുക? ഇൻ അശ്റക്ത ലഹബതൻ അമലു, നീ എങ്ങാനും ശിർക്ക് വെച്ച നിന്റെ അമൽ അള്ളാഹ്ക്ക് വേണ്ട, അള്ളാഹ് സ്വീകരിക്കൂല. അള്ളാഹ് സ്വീകരിക്കൂല. എങ്ങനെ വെച്ചാൽ, ഇപ്പൊ ഈ കൂട്ടത്തിൽ അള്ളാഹുവിനെ വിളിക്കും, മുഹീദ്ദീൻ ഷെഹിനെ വിളിക്കും, ബദരീങ്ങളെ വിളിക്കുന്ന ഒരാൾ ഈ കൂട്ടത്തിൽ ഉണ്ടെങ്കിൽ അവന്റെ ഈ നമസ്കാരവും പ്രാർത്ഥനയും അള്ളാഹ്ക്ക് വേണ്ട. ഇബ്രാഹിം മില്ലത്താണത്. ആരാണ് ശിർക്ക് എന്റെ ജീവിതം സംഭവിക്കുന്നത് എന്ന് പ്രാർത്ഥിച്ചത് ആരാ? ഇബ്രാഹിം നബി അലൈഹിസ്സലാം. ഒരു ശിർക്കിന്റെ ഒരു അംശം പോലും ഇല്ലാത്ത പ്രവാചകൻ. എന്നിട്ടും ആ ശിർക്കിനെതിരെ ഇത്രയും ശക്തമായി പോരാട്ടം നടത്തിയ പ്രവാചകൻ ആ വിഗ്രഹങ്ങളെ ഇങ്ങനെ നിരത്തിവെച്ചേക്കാൻ, ആ വിഗ്രഹങ്ങളെ നിരത്തിവെച്ചിട്ട് ആ വിഗ്രഹങ്ങൾക്കും ബിംബങ്ങൾക്കും ഒന്നും പ്രതികരിക്കാനോ സംസാരിക്കാനോ സ്വയം സംരക്ഷണത്തിനോ സാധ്യമല്ലെന്ന് തന്റെ ജനങ്ങളെ ബോധ്യപ്പെടുത്തി കൊടുത്തില്ലേ? തന്റെ ജനങ്ങളെ ബോധ്യപ്പെടുത്തി കൊടുത്തില്ലേ? അതിനെയൊക്കെ തലവെട്ടി ജനങ്ങളുടെ മനസ്സിൽ വലിയ വിപ്ലവം ഉണ്ടാക്കിയില്ലേ? ആളുകൾക്ക് മനസ്സിലായി. വൈരാഗ്യം കൊണ്ട് മാത്രമാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ തീക്കുണ്ടാരത്തിലേക്ക് വലിച്ചെറിഞ്ഞത്. വജ്നുബിനി വബനിയ, അതിന്റെ മുമ്പിൽ പോയി ആരാധിക്കുന്ന ഒരവസ്ഥ ഉണ്ടാകരുതേ എന്ന്, എന്റെ മക്കളെ കാക്കണമെന്ന് ആരാ പ്രാർത്ഥിച്ചത്? ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥന. ഇനി നമ്മളൊന്ന് ആലോചിക്കാം, നമ്മുടെ മക്കളുടെ വിശ്വാസപരമായ സുരക്ഷിതത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചിട്ടുണ്ടോ? എന്റെ മക്കള് ജാറത്ത് പോകുന്നൊരു സാഹചര്യം ഉണ്ടാകല്ലേ അള്ളാഹു എന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ടോ? ഇന്ന് നമ്മുടെ മനസ്സിൽ നിന്ന് നിരന്തരം വരേണ്ട പ്രാർത്ഥനയാണ്. എന്റെ മക്കളെ, എന്റെ പേരക്കുട്ടികളെ ഒന്ന് ആലോചിച്ച് നോക്ക്. ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന ആരെ? പെൺകുട്ടികളാണ്. 18, 19, 20 വയസ്സാകുമ്പോ നമ്മുടെ പെൺകുട്ടി വേറെ കുടുംബത്തിലേക്കാ പോകണം, കല്യാണം കഴിച്ചു വിടുന്നത്. ആ കല്യാണം കഴിച്ചു വിടുന്ന വീട് ഏതാണ്? അവിടുത്തെ വിശ്വാസം ഏതാണ്? അവിടുത്തെ ആചാരങ്ങൾ ഏതാണ്? അവിടുത്തെ അനുഷ്ഠാനം ഏതാണ്? നമ്മൾ അങ്ങനെ ഒരു വിലയും കൊടുക്കാറില്ല. നമ്മൾ കൂടുതലും സമ്പത്ത് നോക്കും, ആ കെട്ടുന്നവനെ വിദ്യ അഭ്യാസം നോക്കും. വിശ്വാസം നോക്കാറുണ്ടോ? വിശ്വാസം നോക്കാറുണ്ടോ? മനസ്സിലാക്കണം, നാളെ അവർ ഏതൊരു വിശ്വാസത്തിലേക്കാണ് നമ്മുടെ പെൺകുട്ടി പോകാനുള്ളത്? അവള് മാത്രല്ലല്ലോ, അവളുടെ മകളും അവളുടെ മക്കളുടെ മകളൊക്കെ എന്തിലേക്ക് പോകാം? ശിർക്കിലേക്ക് പോകുന്നൊരവസ്ഥ. ഒന്നാലോചിച്ചു. ജാറവും ദർഗയും ആ മക്ബറയും പൂജിക്കുകയും ആരാധിക്കുകയും പ്രാർത്ഥിക്കുകയും അത് പ്രചരിപ്പിക്കുകയും അതിന് പ്രബോധനം നടത്തുകയും ചെയ്യുന്ന ഒരു തലമുറ
നാളെ നമ്മുടെ കുടുംബത്തിൽ ഉണ്ടാകണോ സഹോദര? ഉണ്ടാകണോ? നെഞ്ചകം പൊട്ടണം. നമ്മുടെ വീട്ടിലൊക്കെ പെൺകുട്ടികളുണ്ട്. ആ പെൺകുട്ടി ഒരു പരിധി വരെ, ആൺകുട്ടികളൊക്കെ ഒരു പരിധി നമ്മുടെ നിയന്ത്രണത്തിലാണ്, നമ്മുടെ വീട്ടിലാണ്, നോട്ടത്തിലാണ്, സാധാരണഗതിയിലിട്ടോ. എങ്കിലേ നമ്മുടെ പെൺകുട്ടികളുടെ തലമുറ നാളെ എന്താണ് സംഭവിക്കുക? ആ ബിംബാരാധന സംഭവിക്കല്ലേ എന്ന്, ബിംബാരാധന സജീവമായി നിലനിൽക്കുന്ന ഘട്ടത്തിലാണ് ആര് പ്രാർത്ഥിച്ചത്? ഇബ്രാഹിം നബി അലൈഹിസ്സലാം. എങ്കിലോ ഇവിടെ ജാറാരാധന നിലനിൽക്കേണ്ട, ജാറാരാധന നിലനിൽക്കുന്ന ഈ സമുദായത്തിൽ നിന്നുകൊണ്ട്, മക്കബറ പൂജിക്കുന്ന ഒരു ജനതയിൽ നിന്നുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കണം, എന്റെ മക്കള് ജാറത്തിൽ പോയി പ്രാർത്ഥിക്കുന്ന ഒരു മക്കളാവല്ലേ എന്ന്. ഒന്ന് ആലോചിച്ച് നോക്കട്ടെ. എന്റെ ഗൗരവം മനസ്സിലാക്കണമെങ്കിലേ, നമ്മുടെ എറണാകുളത്തെ അറിയപ്പെട്ട ഒരു പള്ളിയുടെ മുമ്പിൽ ഒരു ജാറ. ഇതൊക്കെ പരിശുദ്ധ മിമ്പറിൽ എന്താ പറയാന്നറിയോ? മനസ്സിന് മാറ്റം വരണം. എന്നിട്ട് ഒരു 22 വയസ്സുള്ളൊരു മകൻ, പല മക്കളും, അവൻ പുതിയൊരു വണ്ടി വാങ്ങിയിട്ട് അവന്റെ വണ്ടിയുടെ ആ ഇരുചക്ര വാഹനത്തിന്റെ കീ കൊണ്ടുവന്നിട്ട് ആ മക്ബറയിൽ കൊണ്ടുവന്ന് വെക്കണം. എന്നിട്ട് ദുആ ചെയ്യണം. അല്ലാഹുവിന് കോപം കിട്ടുന്ന വലിയ വേറെ ഒരു പ്രവർത്തനം വേറെ ആലോചിച്ച് നോക്കി. നമ്മുടെ എറണാകുളം ജില്ലയിലെ അറിയപ്പെട്ട പള്ളിയുടെ മുമ്പിലുള്ള മക്ബറയുടെ മുമ്പിൽ വെച്ച് അവര് വിശ്വാസം അങ്ങനെയാണ്. ഒന്ന് ആലോചിച്ച് നോക്ക്. ആ മരണപ്പെട്ട മഹാത്മാക്കൾ പ്രാർത്ഥിക്കുന്ന സാഹചര്യം ഉണ്ടാകല്ല റബ്ബേ എന്ന് പ്രാർത്ഥിക്കണം. പ്രിയപ്പെട്ടവരെ, ഞാനും എന്റെ മക്കളും ശിർക്കിലേക്ക് പോകാൻ പാടില്ല റബ്ബേ. ഒന്ന് ആലോചിച്ച് നോക്ക്. അത് ജാറവും ദർഗയുമാണ് മുസ്ലിം സമൂഹത്തെ നശിപ്പിക്കുന്നത്, എല്ലാ ഇസ്സത്തുകളും തകർത്ത് കളയുന്നത്, മുസ്ലിം സമുദായത്തിന്റെ വളർച്ചയെ നശിപ്പിക്കുന്നത്, മുസ്ലിം സമുദായത്തിന്റെ പുരോഗതിയെ നശിപ്പിക്കുന്നത്, ആത്മാഭിമാനം ഇല്ലാതെയാക്കുന്നത്. ആ സമുദായത്തിന് അള്ളാഹുവിന്റെ സഹായം കിട്ടില്ല. എന്തേ? നമ്മളൊക്കെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറയും, അള്ളാഹ് എന്താ കേൾക്കുന്നില്ല? യുക്തിവാദികൾ നമ്മളെ നോക്കി കളിയാക്കാറില്ലേ? എവിടെ പോയി നിങ്ങളുടെ അള്ളാഹ്? എവിടെ പോയി നിങ്ങളുടെ അള്ളാഹ്? ഇത് നമുക്കൊരു വിഷയമേ അല്ല. ഒന്ന് ആലോചിച്ച് നോക്ക്. എന്റെ വീട്ടിലേക്ക് ഒരു കല്യാണ ആലോചന വരെയാണ്. എന്റെ വീട്ടിലേക്ക് ഒരു കല്യാണം, എന്റെ മോക്ക് വേണ്ടി. നമ്മുടെ വീട്ടിലൊക്കെ മക്കളുണ്ടല്ലോ, പെൺമക്കളുണ്ടല്ലോ. ആ പ്രിയപ്പെട്ട കല്യാണ ആലോചന വരെ ആ കുടുംബത്തിൽപ്പെട്ട ആരെങ്കിലും, വാപ്പയാവട്ടെ, വാപ്പാടെ അനുജനാകട്ടെ, അല്ലെങ്കിൽ ജ്യേഷ്ഠ സഹോദരനാവട്ടെ, ഒരാള് മദ്യപിക്കുന്ന ലഹരിക്കടിമയായ ഒരു ആളാണ്. ആ വീട്ടിലുണ്ട്. നമ്മൾ കെട്ടിച്ചു കൊടുക്കോ? കെട്ടിച്ചു കൊടുക്കോ? ഇല്ല, ഒരിക്കലുമില്ല. നമ്മുടെ വീട്ടിൽ കല്യാണം അന്വേഷിച്ചു വരുന്ന ആൾ, അവരുടെ ഉപ്പ ഉമ്മ ആരെങ്കിലും ജാറത്തിൽ പോയി, പതിവായി ദർഗയിൽ പോയി, ഏറ്റവും വലിയ അള്ളാഹുവിന് കോപമുള്ള ഏർപ്പെടുന്ന കുടുംബമാണെങ്കിലോ നമ്മുടെ വർത്തമാനം എന്തായിരിക്കും? അതൊക്കെ നോക്കിയിട്ട് പെൺകുട്ടികളെ വീട്ടിൽ നിർത്തിയാലേ പെൺകുട്ടി അവിടെ ഇരിക്കുള്ളൂ. ഇതല്ലേ ഭൂരിഭാഗം ആളുകളുടെ വർത്തമാനം. അങ്ങനെയൊക്കെ ചിന്തിച്ചിട്ട് കല്യാണത്തിന്റെ കാര്യത്തിൽ തീരുമാനമെടുക്കാൻ പറ്റുമോ എന്ന ആണ് ഭൂരിഭാഗം ആളുകളുടെ വർത്തമാനം. വളരെ നിസ്സാരവൽക്കരണം. നമ്മൾ പ്രാർത്ഥിക്കണം പ്രിയപ്പെട്ടവരെ. ഈ നിർബന്ധ സാഹചര്യത്തിൽ ഒരു വീട്ടിൽ പോയി നമ്മുടെ മോള് ആലോചിച്ച് വളർത്തി നമ്മുടെ മോള് നരകത്തിന് അടിത്തട്ടിലേക്ക് പോകുന്ന ഇടപാട് അള്ളാഹു അല്ലാത്തൊരു വിളിച്ചു പ്രാർത്ഥിക്കുന്ന കുടുംബത്തിലേക്ക് കെട്ടിച്ചു വിട്ടാൽ, അവിടെ പോയി ജാറത്തെങ്കിലും മക്ബറത്തിലും ദർഗയിലും പോയി ആ മക്കൾ അള്ളാഹുവിന് പുറമെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ഏറ്റവും വലിയ അക്രമം, കൊടുംപാപം, അള്ളാഹു പൊറുക്കില്ല പാപം. അള്ളാഹുവെ ഞങ്ങളുടെ മക്കളെയൊക്കെ കാത്തുരക്ഷിക്കണേ അല്ലാ. അള്ളാഹുവെ ഞങ്ങളുടെ മക്കളെ കാത്തുരക്ഷിക്കണേ അല്ലാ. അതുകൊണ്ട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണോട്ടോ. എന്ത്? വജുനുബിനി വബനിയ അൻ നഅ്ബുദൽ അസ്നാം. അള്ളാഹുവെ ശിർക്ക് ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങളുടെ മക്കളെ ആക്കല്ലേ അല്ലാ. സുജൂദിലേക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം. അള്ളാഹു നമുക്ക് എല്ലാവർക്കും ഹിദായത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീ അല്ലാഹുമ്മ സല്ലി വസല്ലിം വബാരിക് അലൈഹി. അല്ലാഹു സുബ്ഹാനഹു വിധിവിലക്കുകൾ ജീവിതത്തിലൂടെ നീളം പകർത്തി ജീവിക്കണമേ എന്ന് ഒരിക്കൽ കൂടി ഏറ്റവും സ്നേഹമുള്ളവരെ ഉണർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു തആല നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഇബ്രാഹിം മില്ലത്തിലൂടെയാണ് നമ്മുടെ സഞ്ചാരപാത. നമ്മുടെ മക്കളെയൊക്കെ ചേർത്ത് വെക്കണം, അള്ളാഹുവിലേക്ക് അടുപ്പിക്കണം.
നാളെ പരലോകത്ത് അതാ രക്ഷയുള്ളൂ. അതുപോലെ തന്നെ ആത്മാർത്ഥമായി ദുആ ചെയ്യാൻ പറഞ്ഞത്. നമുക്ക് ഇവിടെ ഇൻഷാ അല്ലാഹ് ഈ പള്ളിയുമായി ബന്ധപ്പെട്ട് ഒരു കത്തിക്കാണുന്ന നരകത്തിലേക്ക് ശിർക്ക് ചെയ്ത് പോകുന്ന അവസ്ഥ ആലോചിച്ച് നോക്കി പ്രിയപ്പെട്ടവരെ. അല്ലാഹുവേ, ഞങ്ങളുടെ മക്കളെ ഒക്കെയും ഞങ്ങളുടെ തലമുറ ഒക്കെയും ശിർക്കിൽ നിന്ന് മോചിപ്പിക്കണേ അല്ലാഹ്, ശിർക്കിൽ നിന്ന് മോചിപ്പിക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളുടെ കൂട്ടത്തിൽ പലരും മരിച്ചു പോയിട്ടുണ്ട്. ഉപ്പമാർ, ഉമ്മമാർ, ബന്ധുമിത്രാദികൾ പലരും. അവരെ ഖബർ നീ വിശാലമാക്കി കൊടുക്കണേ അല്ലാഹ്. അവർക്ക് ജന്നാത്തുൽ ഫിർദൗസ് കൊടുത്ത് അനുഗ്രഹിക്കണേ അല്ലാഹ്. ഞങ്ങളുടെ ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കളുണ്ട്. പല മാതാപിതാക്കൾക്ക് വേണ്ടി ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. പള്ളിയിൽ പോലും വരാതെ കട്ടിലിൽ കിടക്കുന്ന പിതാക്കളുണ്ട്, മാതാക്കളുണ്ട്. പാവങ്ങളാണ്, ഞങ്ങളുടെ പ്രിയപ്പെട്ടവരാണ് മാതാപിതാക്കൾ, ഞങ്ങളുടെ സ്വർഗ്ഗാണ് അവര്. അല്ലാഹുവേ, ഞങ്ങളുടെ ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് അല്ലാഹു ഏറ്റവും നല്ല രൂപത്തിൽ അല്ലാഹുവിനെ ഓർക്കാൻ, സുജൂദ് ചെയ്യാൻ, ഇബാദത്ത് ചെയ്യാൻ ആയുസ്സും ആരോഗ്യം കൊടുത്ത് അനുഗ്രഹിക്കണേ അല്ലാഹ്. അവർക്ക് പൂർണ്ണമായ സൗഖ്യം കൊടുക്കണേ അല്ലാഹ്. ഇബാദത്തുകൾ ചെയ്യാനുള്ള ആരോഗ്യം കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവെ, പെട്ടെന്നുള്ള അപകടങ്ങളിൽ നിന്നും ആപത്തുകളിൽ നിന്നും അല്ലാഹുവെ ഞങ്ങളുടെ മക്കളെ ഒക്കെയും കാത്തു രക്ഷിക്കണേ അല്ലാഹ്. ഏറ്റവും വലിയ അക്രമമാണ് ശിർക്ക്. അല്ലാഹുവെ, ആ ശിർക്കിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും കാത്തു രക്ഷിക്കണേ അല്ലാഹ്. അല്ലാഹു, ഞങ്ങളുടെ ആ കൊടും പാപത്തിൽ നിന്ന്, അല്ലാഹുവിന് കോപമുള്ള വലിയൊരു ദുൽമാണ്, ആ ദുൽമിൽ നിന്ന് ഞങ്ങളെ എല്ലാവരെയും കാത്തു രക്ഷിക്കണേ അല്ലാഹ്. അല്ലാഹുമ്മ യഗ്ഫിറുൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല الشرك والمشركين. اللهم اجرنا من النار، اللهم اجرنا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل دعاءنا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين 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 برحمتك يا أرحم الراحمين.